ആൻഡ് ഫൈനലി ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു കാർഡ് കസ്റ്റമൈസ് ചെയ്യാവുന്നത് എങ്ങനെ വർക്ക് ചെയ്യിക്കാന്ന് വെച്ച് നോക്കി നോക്കാം. എൻ്റെ കയ്യിലുള്ളത് ഐഫോൺ ആണ്. ഐഫോണിൽ ഫ്രണ്ട് ക്യാമറയുടെ ബാക്ക് സൈഡിലായിട്ട് ജസ്റ്റ് സിംഗിൾ ടാപ്പ് ചെയ്താൽ മതി, ഇതേപോലെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരും. അതിൽ കസ്റ്റമർക്ക് ഈസിലി ചൂസ് ചെയ്യാം, ലൈക്ക് എങ്ങോട്ടേക്ക് പോകണം, നമ്പർ സേവ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഫോളോ ചെയ്യണോ, ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഫോണിന്റെ ബാക്ക് സൈഡിൽ ജസ്റ്റ് ഇതേപോലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ ഓപ്പൺ ആയി വരുന്നതാണ്. സോ ഈ രണ്ട് മെത്തേഡ് നമുക്ക് ആൻഡ്രോയിഡിലും iOS-ലും നോക്കാൻ പറ്റുന്നത്. ഇനി അഥവാ ടാപ്പിംഗ് ഒന്നും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും നോ ഇഷ്യൂസ്, കാരണം നമ്മൾ ഈ ഒരു കാർഡിന്റെ ബാക്കിലുള്ള QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, നമ്മുടെ നേരത്തെ ഡയറക്റ്റ് പ്രൊഫൈലോട്ട് തന്നെയാണ് കയറി ചെല്ലുക. ഇങ്ങനെ രണ്ട് മോഡലായിരിക്കും ഈ ഒരു കാർഡ് വർക്ക് ചെയ്യാം. നമുക്കൊന്ന് ടാപ്പിംഗ് വരുന്നുണ്ട്, അതേപോലെ സ്കാനിങ് വരുന്നുണ്ട്. ഇനി ഈ ഒരു കാർഡ് നമുക്ക് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കാർഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളൊരു യൂസർ ID ആൻഡ് പാസ്വേഡ് തരും. സോ ആ ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ഈസിലി ലോഗിൻ ചെയ്യാൻ പറ്റും. അതിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡാറ്റാസ് ഒക്കെ നിങ്ങൾക്ക് എനി ടൈം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ സൈഡിൽ സപ്പോർട്ട് വേണമെങ്കിൽ ലൈക്ക് അങ്ങനെ ചെയ്തു തരുന്നതാണ്. എന്തായാലും ലൈഫ് ലോങ് സപ്പോർട്ട് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക.